നമസ്കാരം പ്രിയമുള്ളവരെ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന അലർജിയെ പറ്റിയാണ്. അലർജിക് ആസ്മ, അലർജിക് തുമ്മൽ, ശരീരത്തിൽ ചൊറിച്ചിൽ, ചുമന്ന പാടുകൾ. ഇവ അലർജി എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ നിർത്താവുന്നതല്ല. നമുക്ക് ചെറുപ്പത്തിലോ എപ്പോഴെങ്കിലുമോ പനിയും ജലദോഷം വരികയും അത് മുഴുവനായി മാറാത്ത അവസ്ഥയിൽ രോഗാണു മൂക്കിന്റെ ഉള്ളിലും കണ്ണിന്റെ താഴ്ഭാഗത്തും കെട്ടിക്കിടക്കുകയും ഈ രോഗാണു ക്രോണിക്കായി സെൽഫ് പ്രൊട്ടക്റ്റ് ആയിരിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ സ്റ്റീറോയിഡ് കഴിക്കുമ്പോൾ ഈ രോഗാണു അവിടെ നിന്നും രക്തോട്ടം കുറവുള്ള വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകുന്നു. ഈ അസുഖമുള്ളവർ ഐസ്ക്രീമോ തണുത്ത പാനീയമോ കഴിച്ചാൽ കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ തൊണ്ടവേദനയും തൊണ്ടയിൽ രോഗാണു ഉണ്ടാവുകയും ചെയ്യുന്നു. തണുത്ത പദാർത്ഥം തൊണ്ടയിലെ രക്തോട്ടം കുറയ്ക്കുകയും അവിടെയൊക്കെ രോഗാണു സ്പ്രെഡ് ചെയ്യുന്നതാണ് ഇതിന് കാരണം. ഈ രോഗാണു ശ്വാസകോശത്തിൽ കടന്നാൽ ആസ്മയ്ക്കും കാരണമാകാം. മൂക്കിന്റെ ഉള്ളിൽ രോഗാണു ഉള്ളപ്പോൾ അവിടുത്തെ ടിഷ്യൂ ഡാമേജ് ആവുകയും ഡാമേജ് ആയ ടിഷ്യൂവിൽ കൂടി ഫ്ലൂയിഡ് എസ്കേപ്പ് ചെയ്ത് നേസൽ ഡിസ്ചാർജിനും കാരണമാകുന്നു. അലർജി തുമ്മൽ കൂടുതലുള്ളവരിൽ ഉള്ളിൽ നിന്നും രോഗാണു മുഖത്ത് വരികയും മുഖത്ത് കരിമംഗലം പോലെയുള്ള അസുഖങ്ങൾക്കും കാരണമാകുന്നു. ദീർഘനാൾ സ്റ്റീറോയിഡ് കഴിക്കുമ്പോൾ ഇത്തരത്തിൽ ശരീരത്തിലുള്ള പഴകിയ രോഗാണു സ്കിന്നിൽ കൂടി പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുകയും ശരീരത്തിൽ ചൊറിച്ചിലും ചുമന്ന പാടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അലർജിക് തുമ്മൽ ഉള്ളവർ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.